ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ചക്കലത്തെ ഉച്ചക്കലത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഇപ്പം അടുപ്പിച്ച് വെള്ളിയാഴ്ചക്കലത്തെ വിശേഷങ്ങൾ മാത്രമായിട്ടാണ് വീഡിയോ വരുന്നത്. വേറൊന്നല്ല, വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് മടി പിടിച്ചിരിക്കുകയായിരുന്നു. പുറത്ത് പോകുമ്പോഴൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും, പിന്നെ അങ്ങനെ വിട്ടുപോകും. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ വെജിറ്റബിൾ പുലാവും അതുപോലെ തന്നെ ബീഫ് ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ക്യാബേജിൻ്റെ ഒരു സാലഡും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ബീൻസ് അരിഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. എല്ലാതൊന്നും ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല. ബീൻസ് അരിഞ്ഞെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് ബാക്കി കാണാം. ബീഫ് ഇതാ അവിടെ കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, ഉപ്പ്, ഇത്രയും പൊടികളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ പൊടികളുടെ അളവും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഇനി ഇത് ഈ ബീഫിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. ബീഫ് വേവുമ്പോൾ എന്തായാലും ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ടാണ് കേട്ടോ നമ്മളിത് വേവിക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും പൊടികൾ എത്തുന്ന വിധം നല്ല രീതിയിൽ കൈകൊണ്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇത് ഹാഫ് വേവിലാണ് കേട്ടോ എടുക്കേണ്ടത്. ഓരോരുത്തരെ കുക്കറിൻ്റെ വിസിലിൻ്റെ വേവ് അനുസരിച്ച് അതുപോലെ ചെയ്യാം കേട്ടോ. ഫുള്ളാക്കി വേവിക്കരുത്, ഹാഫ് വേവിൽ വേവിച്ചെടുക്കാം. അങ്ങനെ അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, അതിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഞാനിത് പകുതി വേവിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിനി നമുക്ക് ചൂടാറിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സ്റ്റോക്ക് വാട്ടറും നമുക്ക് ആവശ്യമുണ്ട്. ബീഫ് വേവിച്ച വെള്ളം അവിടേക്ക് മാറ്റി വെക്കണം കേട്ടോ. അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് ചോറിനുള്ള പരിപാടി തുടങ്ങാമെന്ന് ചോദിച്ചു. അപ്പോഴത്തേനും ബീഫ് ചൂടാറുമല്ലോ. അപ്പോൾ പുലാവ് ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പം ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിൽ വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഓരോരുത്തർ എടുക്കുന്ന ചോറിൻ്റെ അളവിന്, അരിയുടെ അളവിനനുസരിച്ചിട്ടാണ് കേട്ടോ നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പേരിന് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, കരയാമ്പൂവ്, ജീരകം, പട്ട, തക്കോലം, ഏലക്കായ, ബേ ലീഫ്, ഇത്രയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് സവാള, ക്യാരറ്റ്, ബീൻസ്, ഇത്രയും വെജിറ്റബിൾസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് അതിനകത്തേക്ക് സവാള, ക്യാരറ്റ്, അതുപോലെ തന്നെ ബീൻസ് അരിഞ്ഞത്, ഇതെല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറികൾ ഇനിയും കൂടുതൽ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കോളിഫ്ലവർ, ഉരുളൻകിഴങ്ങ്, അങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മളെ ഗ്രീൻ പീസില്ലേ, അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതൊന്ന് വാടി കിട്ടാനുള്ള ഭാഗത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഫുള്ളായിട്ട് വേവേണ്ട കേട്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അരി കഴുകിയത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 3 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഈ അരിയും കൂടെ അതിനകത്ത് ഇട്ടുങ്ങായിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിനകത്തേക്ക് നട്ട്സ് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. കാഷ്നട്ടോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാമാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചോറിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് നോക്കിയതിന് ശേഷം പോരാന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ ചെറുനാരങ്ങ കുറച്ച് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒറ്റൊരു വിസിലാണ് കേട്ടോ. ആ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഒറ്റൊരു വിസിൽ. ഇനി നമുക്ക് ബീഫിനുള്ള മസാല ഇവിടെ ഉണ്ടാക്കി വെക്കാം. അതിന് ശേഷം ബീഫ് കട്ട് ചെയ്യാം കേട്ടോ.
ഈ ചതച്ച മുളക്, കുരുമുളക് പൊടി, അതുപോലെ തന്നെ കറി മസാലപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും പൊടികളാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒക്കെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് സൊർക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൊർക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച വെള്ളമില്ലേ, അത് കുറേശ്ശെ ഒഴിച്ചും കണ്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ആ ബീഫ് ഫ്രൈ ചെയ്യാനുള്ള മസാല ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഈ ബീഫ് ഒന്ന് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഹാഫ് വേവിലാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബീഫ് കട്ട് ചെയ്തുകൊണ്ടിരിക്കലേ തന്നെ നമ്മുടെ ചോറ് വെന്ത് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ ആ പ്രഷർ മൊത്തം പോയതിന് ശേഷം കുക്കർ തുറന്നാൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ബീഫ് ഓൾറെഡി എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മസാല തേച്ച് ബീഫിന്മേൽ പിടിപ്പിക്കുന്ന വീഡിയോ എൻ്റെ നിന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ മസാല തേച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് ഫ്രൈ ചെയ്തെടുക്കുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കച്ചമ്പറാണ് കേട്ടോ. ഇതേപോലെ കച്ചമ്പർ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വെജിറ്റബിൾ പുലാവിനൊക്കെ പറ്റിയൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇതുപോലെ കച്ചമ്പർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനകത്തേക്ക് വേറെ ഒന്നും ചേർക്കണില്ല, ഈ ക്യാബേജ് മാത്രം എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ആ ചോപ്പറിലേക്ക് എടുക്കുന്നുണ്ട്. പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടണം നമുക്ക്. അപ്പോൾ ഇതുപോലെ ചോപ്പറിൽ ഇട്ടുങ്ങാണ്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണതാണ് നല്ലത്. അപ്പോൾ അത് മൊത്തം ഞാൻ അതിനകത്തേക്ക് അരിഞ്ഞിട്ടു കേട്ടോ. ഒരു മണ്ടത്തരം പറ്റി. ഇത് മൊത്തം അതിനകത്തേക്ക് എരിഞ്ഞിട്ട് ചോപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ നടക്കണുണ്ടായിരുന്നില്ല, ടൈറ്റായിട്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഇത് മൊത്തം പാടെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് പിന്നെ കുറേശ്ശെ എടുത്തിട്ടാണ് ഇതിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഒരാവേശത്തിൽ എല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് ഒറ്റയ്ക്ക് പണി തീർക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷെ നടന്നില്ല. ഇനി ഇതെല്ലാം പാടെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് കാണാം കേട്ടോ. ആ മൂടിയുമുള്ള ഒരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാബേജിൻ്റെ ആണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അങ്ങനെ പകുതി ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം അവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ പൊടിയായിട്ട് അരിയാണ് കേട്ടോ. ഇതുപോലെ ക്യാബേജ് മാത്രമല്ല ക്യാരറ്റ് വെച്ചിട്ടും ക്യൂക്കമ്പർ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതിനകത്തേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്.
അപ്പോൾ നമ്മുടെ കച്ചമ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചോറിൻ്റെ പ്രഷറൊക്കെ പോയി അത് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ വെന്ത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം പാടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കുക്കറിൽ വെക്കുമ്പോൾ കട്ട പിടിക്കുക അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുക അടി പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിൽ വെള്ളം കറക്റ്റ് ആയാൽ മതി. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ചൂട്ടോടുകൂടെ നമ്മൾ ഇളക്കുമ്പോൾ നമുക്കിങ്ങനെ കട്ട പിടിച്ച പോലെ തോന്നും. പക്ഷേ ഇല്ല, ചൂടാറി കഴിയുമ്പോൾ നല്ല വിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോഴും വിട്ട് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ആ ചൂട്ടോടുകൂടെ ഒന്ന് ഇളക്കുമ്പോൾ ആ ഒരു ഇതില്ലേ, അതാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇതാ നമ്മുടെ പുലാവ് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ചോറ് നമുക്കിവിടെ അടച്ച് വയ്ക്കുക. ഇപ്പം എല്ലാം ആയിട്ടുണ്ട്. ഇനി ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ പാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. ഇനി ആ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് നടുകീറിയിട്ടുള്ള പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും ഒന്ന് പൊരിച്ചെടുക്കാം. സാധാരണ നമ്മൾ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ട് ഫ്രൈ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പച്ചമുളകും വേപ്പിലയും ഫ്രൈ ചെയ്തെടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടെ നല്ലത് എന്താണെങ്കിലും അത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആ ഓയിലിൽ ഇതുപോലെ പച്ചമുളകും വേപ്പിലയും ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് ആ ഓയിലിലേക്ക് ആ മുളകിൻ്റെയും വേപ്പിലയുടെയും ഫ്ലേവർ ഇറങ്ങുള്ളൂ. പിന്നെ നമ്മൾ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ആ ഓയിലിൽ പൊരിച്ചെടുക്കുമ്പോൾ ഈ മുളകിൻ്റെയും വേപ്പിലയുടെയും ആ ഒരു ടേസ്റ്റ് ആ ചിക്കനിലേക്കാണെങ്കിലും ബീഫിലേക്കാണെങ്കിലും കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ ഒന്ന് മാറ്റി ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ അത് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ബീഫ് കുറേശ്ശെ ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓൾറെഡി ഇത് നമ്മൾ പകുതി വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് തിരിച്ചും മറിച്ചിട്ടും കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വറുത്ത് കോരാട്ടോ. അപ്പോൾ ഞാൻ അത് ഫുള്ളോടെ ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. എല്ലാ സൈഡും ഇതുപോലെ മുരിഞ്ഞെന്ന് കാണുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വറുത്ത് കോരാട്ടോ. ഒരുപാട് നേരിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് ഇങ്ങനെ ഇരിക്കും. അതിന് നിൽക്കേണ്ട, ചെറിയ തീയിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിങ്ങാണ്ട് ഇതുപോലെ എല്ലാ സൈഡും ഫ്രൈ ആയിന്ന് കാണുമ്പോൾ വറുത്ത് കോരാട്ടോ. അങ്ങനെ ഇത് ആദ്യത്തെ സ്റ്റെപ്പ് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ വറുത്ത് കോരി എടുക്കേണ്ടത്. ഇത് ഈ മസാല ഉണ്ടാക്കുമ്പോൾ ഇതിനകത്തേക്ക് കളറ് ചേർക്കേണ്ടവർക്ക് കളറ് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കളറൊന്നും ചേർത്തിട്ടില്ല. കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടത്. പക്ഷേ കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ നിൽക്കണോണ്ട് നമുക്ക് ആ ഒരു കളറ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബീഫ് അവിടെ കുറേശ്ശെ ഫ്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നു കേട്ടോ. ഇത് 2 ദിവസം മുന്നേ ഉപ്പിലിട്ട് വെച്ചാണ് കേട്ടോ. അതിനകത്ത് എല്ലാം ഉണ്ട്. അത് നെല്ലിക്കയുണ്ട്, ചൗചൗണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ് ഉണ്ട്, പിന്നെ കണ്ണിമാങ്ങല്ലേ, അത് ലുലുവിൽ പോയപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അത് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയ മാങ്ങ, ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ടുങ്ങായിട്ട് പച്ചമുളകൊക്കെ ഇട്ട് ഉപ്പിലിട്ട് വെച്ചാണ്. നെല്ലിക്ക ഞാൻ എപ്പോഴും ഇങ്ങനെ മുഴുവനത്തോടുകൂടി ഇടുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെ നടുകീറിയിട്ട് പകുതി ആക്കിയിട്ടാണ് ഇടാട്ടോ. അപ്പോൾ പെട്ടെന്ന് മറ്റേതിൻ്റെ ഒക്കെ ഒപ്പം തന്നെ പെട്ടെന്ന് ഉപ്പ് പിടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ഉപ്പ് പിടിക്കാൻ കുറേ സമയം എടുക്കില്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. കണ്ണിമാങ്ങ ഉപ്പിലിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ബീഫ് മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മുരിക്കാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് കിട്ടും. ഇതിപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടെ അതിനകത്തേക്ക് ഇട്ടും കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ബീഫും ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊക്കെ കൂടെ ഒന്ന് വിളമ്പി വെക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വെള്ളിയാഴ്ചക്കലത്തെ ഉച്ചക്കലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. വെജിറ്റബിൾ പുലാവും അതുപോലെ തന്നെ BDF-ഉം
ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. അതുപോലെ തന്നെ ഈ രീതിയിൽ BDF ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇത് അലങ്കാരത്തിന് കുറച്ച് സവാള ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബീഫിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ.